ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ്. യാത്രയ്ക്കിടയിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2-3 പേരെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രഹസനമാണ് മക്കളെ, പ്രഹസനം. എൻ്റെ മോന് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണാണ് ദീദിക ജാനു, അല്ലെങ്കിൽ ബേബേന്നും വിളിക്കും. എൻ്റെ അനിയത്തിനെ അവൻ വിളിക്കുന്നതാണ് ദീദിക ജാനു അല്ലെങ്കിൽ ബേബേ. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. കാണുന്നുണ്ടല്ലോ അല്ലേ, റോട്ടറി ക്ലബ് ഓഫ് പെരിന്തൽമണ്ണ. ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിലെ റിട്ടേറിയൻസാണ് എൻ്റെ അബ്ബയും അമ്മയും. ഇവിടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. പുതിയ മെമ്പേഴ്സിനെയും ഇൻസ്റ്റലേഷൻ പ്രോഗ്രാംസ്, പിന്നെ പുതിയ പോസ്റ്റിംഗ് പ്രോഗ്രാംസൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വെൽക്കമിങ് ഒക്കെയാണ്. എല്ലാ റിട്ടേറിയൻസിനെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. പുതിയ അപ്കമിങ് പ്രസിഡൻ്റൊക്കെ ഉണ്ട് ഇതിൽ. എൻ്റെ അബ്ബൊക്കെ ഫ്രണ്ടിൽ പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്തുനിന്നുള്ള കുറേ മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പഴയ പ്രസിഡൻ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ഇതിട്ടുകൊടുത്തല്ലോ, അത് പഴയ പ്രസിഡൻറ്റിനാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇനി പുതിയ പ്രസിഡൻ്റ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു ഗ്രീൻ കളർ സൂട്ട് ഇട്ടിട്ടുള്ളത്. അതാണ് പുതിയ അപ്കമിങ് പ്രസിഡൻറ്റ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പ്രെയറും കാര്യങ്ങളൊക്കെയാണ്. പ്രെയറൊക്കെ പറഞ്ഞ ശേഷം നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഗ്രാംസിനെ കുറിച്ചും, എന്തൊക്കെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ പ്രസൻറ്റേഷനാണ്. പുതിയ പ്രസിഡൻറ്റിന് സ്ഥാനം കൈമാറുന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓണം പ്രോഗ്രാംസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുന്നേ ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ ജൗഹർ എന്ന് പറഞ്ഞിട്ട്. ആ സാറ് പെട്ടെന്ന് വയ്യാതായപ്പോൾ അവർക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നു. അപ്പോൾ അവരെക്കുറിച്ച് അവരെക്കുറിച്ചൊന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാ റിട്ടേറിയൻസിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളും, പിന്നെ ഓരോരോ പ്രോഗ്രാമൊക്കെ ഇതുപോലെ ഓരോ മീറ്റിങ്ങൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, മീറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ ചെറിയൊരു എൻജോയിങ് മൊമെൻ്റ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അതിൽ കളിക്കുന്ന ആൾ കണ്ടോ, ചെറുത് എൻ്റെ ആലിയക്കുട്ടിയാണ്. എൻ്റെ ഇപ്പുറത്തെ ബ്ലാക്ക് കളിക്കുന്ന റിൻഷ്. ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ മീറ്റിങ്സിലും ഉണ്ടാവും. ജസ്റ്റ് റൊട്ടേറിയൻസും അവരുടെ വൈഫീസും മക്കൾ ഒക്കെയാണ്. പേരക്കുട്ടികൾ, അങ്ങനെ എല്ലാ റൊട്ടേറിയൻസിൻ്റെയും ഫുൾ ഫാമിലിക്ക് അവിടെ പോവാം. പുറത്തത്തെ ആർക്കും പറ്റില്ല, റൊട്ടേറിയൻസിൻ്റെ ഫാമിലിക്ക്. പിന്നെ നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു. ആ വീഡിയോ ഇപ്പോൾ പ്ലേ ആകുമ്പോൾ അതിൽ കാണാം 2 മുഖങ്ങൾ. ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല. ഞാനും എൻ്റെ അനിയത്തിയും അതിൽ കളിച്ചിരുന്നു. പിന്നെ കാണുന്ന പൂക്കളുണ്ടല്ലോ ഫ്രണ്ട്സ്, അത് ഞാൻ ഇട്ടതാണ്. പിന്നെ റിട്ടേറിയൻസിൻ്റെ ഒരു ഒപ്പനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ അബ്ബൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അബ്ബ ബാക്കിലാണ്. അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ വില്ലൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ വില്ലൻ അടങ്ങിയിരിക്കില്ല. നമ്മളെ വില്ലൻ ഫുള്ള് ഓടിക്കളിക്കുകയാണ്, കണ്ടില്ലേ. അവനൊരു സെക്കൻഡ് അവിടെ പോയിട്ട് തിരിച്ച് വരുവോളം ഒതുങ്ങിയിരുന്നിട്ടില്ല. ഫുഡ് കഴിക്കാൻ പോലും ഒതുങ്ങിയിരുന്നിട്ടില്ല. ഫുഡ് പിന്നെ നമുക്ക് പണ്ടേ അലർജിയാണ്. അവന് പുറത്തേക്ക് പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ടാറ്റ ബാബായും ഒക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ്. അവൻ്റെ പിന്നാലെ വെച്ച് ഓടുന്നത് ആരാ? ആലിയക്കുട്ടിയാണ്. ആലിയക്കുട്ടിക്ക് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല അവന്. അപ്പം ഇനി തിരിച്ച് കൊണ്ടുവരുന്ന ഒരു ഐഡിയ കാണിക്കുന്ന അവൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോ ഐഡിയകൾ പ്രയോഗിച്ചാൽ തന്നെയുള്ളൂ അവനെ തിരിച്ചിങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുക. കാരണം നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ മോള് ബലൂൺ എന്തോ എടുക്കാൻ പോയിരിക്കുകയാണ്. നോക്കിക്കോളൂ അവൾ ചെക്കനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ വരൂ കേട്ടോ ആലിയ. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റിട്ടേറിയൻസിനും എല്ലാവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വരുന്നു കണ്ടോ, ബലൂണ് കാണിച്ചു കൊടുത്തിട്ടാണ് അവൾ കൊണ്ടുവന്നത് മോള്. അല്ലാതെ വേറെ വഴിയില്ല, അവനും ഓട് തന്നെയാണ്. പിന്നെ ഇങ്ങനെ കളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. നമുക്കിനി അങ്ങനെ കാണാം കേട്ടോ ഓരോന്നും.
healthy manner and just become the right person that actually matters. And every day I drive my car to my little job, and I find some peace in the stations that I throw on. But I wish there was a song with your name. ഞാനും കുട്ടികളും പോവാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അബ്ബാക്ക് എന്തോ ഒരു അവാർഡും കൂടെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കാണാമല്ലോ എന്നുള്ളതിൽ അങ്ങനെ പോയതാണ് കേട്ടോ. അവാർഡ്സ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത് എൻ്റെ അബ്ബ തന്നെയാണ്. അതിനിടയിൽ കൂടെ ആ ബലൂണ് പോകണമുണ്ടോ, അതാണ് എൻ്റെ കുഞ്ഞ് കുറുമ്പൻ. അവനങ്ങനെ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ അബ്ബാക്ക് അവാർഡ് കൊടുക്കുന്നത് എപ്പോഴാണ് നോക്കുക. പിന്നെ ഓടി വരുന്നു. എത്തിയോ? ആ ഇതാ എത്തി എത്തി എത്തി. അങ്ങനെ നടക്കുന്നുണ്ട്. ആ അബ്ബാക്ക് അവാർഡ് കിട്ടി. അബ്ബാക്ക് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഇയർ ആണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തല്ലോ. അതിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് നല്ല ആക്റ്റീവായിട്ട് പെർഫോം ചെയ്തതിനുള്ള അവാർഡായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളിവിടെ പുറത്തേക്ക് എത്തി ഫ്രണ്ട്സ്. പക്ഷെ പുറത്ത് തുടങ്ങി നിൽക്കില്ല. പുറത്ത് അകത്ത് തന്നെയാണ് ഞങ്ങളുടെ കളി. റൊട്ടേറിയൻസ് എല്ലാവരും ഫോട്ടോ ഷൂട്ടിങ്ങിന് നിൽക്കുക കേട്ടോ. എല്ലാ റൊട്ടേറിയൻസും ഉണ്ട്. എത്ര പേരുണ്ടെന്നുള്ളത് പോസ്റ്റ് ചെയ്തിട്ട് എണ്ണിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല പൊസിഷനിലുള്ള അഡ്വക്കേറ്റ്സും ഡോക്ടേഴ്സും ബിസിനസ് പേഴ്സണൽസും ഒക്കെയാണ് കേട്ടോ അതിലുള്ളത് റൊട്ടേറിയൻസ്. കാരണം മറ്റ് പാവപ്പെട്ടവർക്ക് ഹെൽപ്പ് ചെയ്യാമല്ലോ. ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. പിന്നെ അതാ ഫുഡ്, നമ്മുടെ മെയിൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കഴിച്ചു. അതിനിടെ കൂടെ ആമിക്കുട്ടിക്കും കിട്ടി ബലൂണും കാര്യങ്ങളൊക്കെ. നല്ല കളിയായിരുന്നു. മക്കളൊക്കെ നല്ല കളിയായിരുന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ബലൂണൊക്കെ പറിച്ചെടുക്കാൻ തുടങ്ങി. നല്ല കളിയായിരുന്നു. കളീൻ്റെ ഇടയിൽ കൂടെ വന്നപ്പോൾ അവരായിട്ട് ക്ഷീണിച്ച് വരട്ടെ വിചാരിച്ചിട്ട് അവർക്ക് ഫുഡും കൊടുത്തു. കുഞ്ഞൊരു ബലൂണും കൂടെ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.